ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനെ പറ്റിയുള്ളതാണ് ഈ വീഡിയോ എന്ന്. അപ്പോൾ ഞങ്ങൾ ഡോറിലിട്ടൊരു 1 ഡേ ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത വീഡിയോ കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സ്റ്റീവ് ഊട്ടൻ നല്ല ഉറക്കത്തിലാണ്. നമ്മൾ കുറച്ച് നേരത്തെയൊക്കെ പോകുന്ന പ്ലാൻ ചെയ്തതാണ്. കാരണം ഇവിടുന്ന് ഒരു 3.5 മണിക്കൂറുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ ബ്ലോക്കൊക്കെ കിട്ടിയ പണിയാവും. പക്ഷേ സ്റ്റീവ് ഊട്ടൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ സ്റ്റീവ് ഊട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തു. നമ്മളിപ്പോൾ പോകാനായിട്ട് ഓൾ സെറ്റായിട്ടിരിക്കുവാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി ബ്ലോക്കെല്ലാം കിട്ടി നമ്മളവിടെ ചെല്ലുമ്പോൾ ഒത്തിരി ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഇവിടെ പോകാനായിട്ട് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ചില കാരണങ്ങൾ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത്തവണ പോകാമെന്ന് കരുതി. പക്ഷേ ഡ്യൂട്ടിയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തവണയും പോകാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് പോകാനായിട്ടൊരു അവസരം കിട്ടുന്നത്. പിന്നെ നിങ്ങൾ UK-യിലാണെങ്കിൽ എന്തായാലും ഇത് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണിത്. ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഹെറിറ്റേജ് സൈറ്റാണ്. UK-യുടെ പല ഭാഗത്തുള്ള ആൾക്കാർ ദൂരത്തുനിന്നുള്ളവരും എല്ലാം വരുന്നൊരു പ്ലേസാണിത്. അപ്പം നിങ്ങൾ UK-യിലാണെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഏകദേശം ഡോർ എത്താറായിട്ടുണ്ട്. അപ്പം നമുക്കൊരു മുട്ട പണി കിട്ടി. എന്തെന്ന് വെച്ചാൽ നല്ല ബ്ലോക്കായിരുന്നു. അപ്പം നമ്മുടെ വണ്ടി എണ്ണ പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ലേറ്റായി. നമ്മളൊരു എത്തേണ്ട സമയത്തിനേക്കാളും ഒത്തിരി ലേറ്റായി. നമ്മൾ 9 മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിവിടെ എത്തിയപ്പോൾ 2 മണിയായി. ഇപ്പോൾ നമുക്ക് ഡോറിന് എഴുതിയൊരു സൈൻ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ഫൈനലി ഡോറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഒരു കാർ പാർക്കിങ്ങിനായിട്ടാണ് കയറുന്നത്. 9 PM ഈ കാർ പാർക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ പാർക്കിംഗ് ചാർജ് വരുന്നത് കാറുകൾ 4 അവർ വരെ പാർക്ക് ചെയ്യാനായിട്ട് 10 പൗണ്ടാണ്. അതുപോലെ തന്നെ ഒരു ദിവസം ഫുള്ള് അവിടെ കാറ് പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 20 പൗണ്ടാണ് പാർക്കിംഗ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ മിനി ബസ് ആണെങ്കിൽ 30 പൗണ്ടും ബൈസൈക്കിളിന് 5 പൗണ്ടുമാണ് പാർക്കിംഗ് ചാർജായിട്ട് വരുന്നത്. ഈ ഡോർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൈംസ്റ്റോൺ ആർച്ചാണ്. അപ്പോൾ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഡോർസെറ്റിലാണ്. ഏകദേശം 10,000 ഇയേഴ്സിന് മുമ്പ് കോസ്റ്റൽ എറോഷനൊക്കെ മൂലമാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് വെൽറ്റ് ഫാമിലിയുടെ ഓണർഷിപ്പിലുള്ളതാണ്. അപ്പോൾ അവരുടെ തന്നെ ഓണർഷിപ്പിലുള്ളതാണ് ലുലുവർത്ത് എസ്റ്റേറ്റും. അപ്പോൾ ഇവരിത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇവർ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡോറിൽ വരുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട വേറൊരു ബീച്ചാണ് മാനോവർ ബീച്ച് എന്ന് പറയുന്നത്. ഇത് ഈ ഡോറിൽ നിന്ന് ജസ്റ്റ് 3 minutes വോക്ക് മാത്രമേ ഉള്ളൂ. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ്. പിന്നെ ഡോറിൻ്റെ ടോപ്പ് ഏരിയയിലാണ് കടകളും അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും എല്ലാം ഉള്ളത്. താഴെ നിങ്ങൾ ബീച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തരത്തിലുള്ള ഫെസിലിറ്റീസും ഉണ്ടാവുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പിൽ നിന്ന് തന്നെ വാങ്ങും. നിങ്ങൾ വരുമ്പോൾ ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബീച്ചിരുന്ന് കഴിക്കാനായിട്ട് സാധിക്കും. പിന്നെ എപ്പോഴും ഒരു എക്സ്ട്രാ ഡ്രസ്സ് കരുതുക. കാരണം നിങ്ങൾക്ക് ബീച്ചിൽ ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഡ്രസ്സ് കരുതുക. അതുപോലെ തന്നെ എക്സ്ട്രാ സാൻഡൽസും എടുക്കുക. കാരണം നമ്മൾ ഷൂ ഒക്കെ വെള്ളത്തിലിറങ്ങി നനഞ്ഞിട്ട് പിന്നെ അതേ ഷൂ ഇട്ടുകൊണ്ട് പിന്നെ തിരിച്ചു പോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു എക്സ്ട്രാ ഷൂസ് നിങ്ങൾ കരുതുക. ഞാൻ ഒരു സാധാരണ സാൻഡലാണ് എടുത്തിരുന്നത്. പക്ഷേ ഇത് ഭയങ്കര കുത്തനെയുള്ള ഇറക്കമാണ്. അപ്പോൾ അതിനൊന്നും ഗ്രിപ്പ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു ഗ്രിപ്പുള്ള ഷൂ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാർ പാർക്കിൽ നിന്ന് 15 to 20 minutes വോക്കുണ്ട് ഡോർ ബീച്ചിലെത്താനായിട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്റ്റെപ്സാണ്. പക്ഷേ ഈ സ്റ്റെപ്പിന് മുന്നേ ഒരു കുത്തനെയുള്ളൊരു ഇറക്കമുണ്ട്. അപ്പോൾ ഈ കുത്തനെയുള്ളൊരു ഇറക്കം ഇറങ്ങി സ്റ്റെപ്പെല്ലാം ഇറങ്ങിയിട്ട് വേണം ഈ ബീച്ചിലോട്ട് എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ വീൽ ചെയർ യൂസ് ചെയ്യുന്നവർക്കും മൊബിലിറ്റി സ്കൂട്ടർ യൂസ് ചെയ്യുന്നവർക്കും ഒന്നും ഈ ഒരു ഏരിയ അക്സസിബിൾ അല്ല. പിന്നെ എന്തെങ്കിലും മുട്ടുവേദന ഉള്ളവർ അല്ലെങ്കിൽ മൊബിലിറ്റി പ്രോബ്ലംസ് ഉള്ളവർ, ആസ്മയുള്ളവർ, നല്ല പ്രായമുള്ളവരൊക്കെ എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവർ കുത്തിനുള്ള ഇറക്കവും സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അത് വീണ്ടും തിരിച്ച് കയറുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് ബോട്ട് സഫാരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോട്ട് സഫാരി ഉള്ളത് ലൽവർത്ത് കോവിലാണ്. അപ്പോൾ ഈ ഡോർ ബീച്ചിൽ നിന്നൊരു 7 minutes ഡ്രൈവുമാണ് ഈ ലൽവർത്ത് കോവിലോട്ടുള്ളത്. നടക്കാനാണെങ്കിൽ 28 minutes നടക്കണം. അപ്പോൾ ഈ ബോട്ട് സഫാരിയുടെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ അഡൾട്ടിന് 20 പൗണ്ടും അതുപോലെ ചിൽഡ്രൻസിന് 15 പൗണ്ടുമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ പിള്ളേർക്ക് വരെ ബോട്ടിങ് അലൗഡ് ആണ്
ചെറിയ പിള്ളേരെല്ലാം ഇൻക്ലൂഡാണ്. പക്ഷേ അഡൾട്ട്സിൻ്റെ സൂപ്പർവിഷന് മാത്രമേ ഇവർ ചെറിയ പിള്ളേരെ ബോട്ടിലിട്ട് കയറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സേഫ്റ്റി ജാക്കറ്റ് മസ്റ്റാണ്. പിന്നെ 9 AM to 5 PM ആണ് ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്, ബോട്ട് സഫാരിയുടെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ വെതർ മോശമാണെങ്കിൽ ബോട്ടിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ സമ്മർ എന്ന് പറഞ്ഞാലും ചില സമയത്ത് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുപോലെ വിൻഡ് അങ്ങനെ വെതർ മോശമാണെങ്കിൽ ഈ ബോട്ടിംഗ് ഉണ്ടാകുന്നതല്ല. അതുപോലെ ഒരിക്കലും ഇതിന് വേണ്ടിയിട്ട് പ്രീ ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വന്നതിന് ശേഷം മാത്രം ബുക്ക് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ 20 മിനിറ്റ്സ് ജേർണിയാണ് ഈ ബോട്ടിലൂടെ ഉള്ളത്. അപ്പോൾ ഈ ബോട്ടിംഗ് വഴി നിങ്ങൾക്ക് ഡഡ് ഡോർ ഫുള്ള് കാണാനായിട്ട് സാധിക്കും. അവരാണെങ്കിൽ ഡഡ് ഡോർ മൊത്തം ചുറ്റിക്കാണിക്കും. അവിടെ നിന്ന് അവിടെ കുറച്ച് നേരം നിർത്തി ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ട് സർവീസ് മാക്സിമം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അല്ലാത്തവർക്കും ബോട്ട് സർവീസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കും ബോട്ട് സർവീസ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡഡ് ഡോറിൽ പോകുന്നത് കൂടാതെ ഈ ബോട്ട് സർവീസും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്നേരം ചെന്നപ്പോൾ നമുക്ക് ടൈം അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡഡ് ഡോറിലെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു കയറിയപ്പോൾ ഒരു 6:30 അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോഴത്തേട്ട് അവർ പറഞ്ഞു ഓൾറെഡി ബോട്ട് സർവീസ് ക്ലോസ് ആയെന്ന് പറഞ്ഞു. പിന്നെയാണ് അറിയുന്നത് 5 മണി വരെ ഉള്ളൂ ഈ ഒരു ബോട്ട് സർവീസ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ട് സർവീസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതായത് ഡഡ് ഡോർ ബീച്ചിൽ വരാനും ആഗ്രഹമുണ്ട്, അതുകൂടാതെ ബോട്ട് സർവീസും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് ലൽവർത്ത് കോയ് പോവുക. അതിനുശേഷം നിങ്ങൾ ഡഡ് ഡോറിൽ വരിക. കാരണം എങ്ങനെ പോലും നമ്മൾ ബീച്ചിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് അവിടെ പ്രിഫർ ചെയ്യും. ലുലുവർത്ത് കോവിൽ കാർ പാർക്ക് ചെയ്യണമെങ്കിലും സെയിം എമൗണ്ടാണ്. അപ് ടു 4 hours 10 pound. ഇപ്പോൾ നിങ്ങൾക്ക് ബോട്ടിംഗ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ അവിടെ പോകേണ്ട കാര്യമില്ല. അവിടെ ബീച്ച് മാത്രമുള്ളൂ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അവിടെ എന്തായാലും പ്രയോജനപ്പെടും, അവർക്ക് ഈ ബോട്ടിംഗ് കൊണ്ട് ഉപകാരപ്പെടും. അതല്ല നിങ്ങൾക്കിപ്പോൾ അവിടെ പോകണം, അത് ബോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് വെച്ചാൽ, ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണല്ലോ ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് ബോട്ടിംഗ് ചെയ്യാന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇത്രയും പൈസ മുടക്കാൻ താല്പര്യമില്ലെങ്കിൽ, അതായത് 10 pound ലുൽവർത്ത് കോവിലും മുടക്കണം, ഡഡ് ഡോറിലും 10 pound മുടക്കാൻ താല്പര്യമില്ല എങ്കിൽ, നിങ്ങൾക്കിപ്പോൾ 28 മിനിറ്റ് നടക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലൽവർത്ത് കോവിൽ ഫസ്റ്റ് പോയിട്ട് അവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വീണ്ടും നടന്ന് ഇങ്ങോട്ട് വരാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫൈനലി ഡഡ് ഡോർ ബീച്ചിലെത്തി. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല രസമുണ്ട് കാണാൻ, നല്ല അടിപൊളി വ്യൂ ആണ്. അതുപോലെ നല്ല ക്രൗഡഡുമാണ്, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നൊരു ബീച്ചാണിത്. അപ്പോൾ ഇങ്ങനത്തെ നല്ല മനോഹരമായ സ്ഥലത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് ഫോട്ടോ എടുത്താലും നമ്മുടെ ഫ്രെയിമിൽ ആരെങ്കിലുമൊക്കെ വരും, കാരണം ഇഷ്ടംപോലെ പേര് അവിടെ സ്വിം ചെയ്യുന്നുണ്ട്, ബീച്ചിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് തിരക്കില്ലാത്ത സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. മോർണിംഗിലോ ഈവനിങ്ങിലൊക്കെ വന്നാൽ കുറച്ചുകൂടെ തിരക്ക് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ നല്ല ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ബോട്ട് സർവീസ് ഇതാണ്. ഇപ്പോൾ ഈ ഒരു ബോട്ട് സർവീസ് എടുക്കുവാണെങ്കിൽ ഇവർ ഇതിനെ ചുറ്റി നമ്മളെ കാണിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ആ ഡോറിനൊരു വ്യൂ കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുകളിൽ നോക്കിയപ്പോൾ ഇവിടെ ഫുള്ള് സാൻഡായിട്ടാണ് തോന്നിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബീച്ചിൽ ഫുൾ സാൻഡായിരിക്കും സൈഡിൽ നിന്ന് വിചാരിച്ചു, കാരണം ഫുള്ള് സാൻഡായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളിവിടെ വന്നപ്പോഴാണ് മനസ്സിലത് പെബിൾസാണെന്നുള്ളത്. പക്ഷേ അത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും സാൻഡ് പോലെയാണ് കാണപ്പെടുന്നത്, പക്ഷേ അത് പെബിൾസാണത്. പിന്നെ ഈ ബീച്ചിൽ ലൈഫ് ഗാർഡ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ അവർ വെള്ളത്തിലോട്ട് ഇറങ്ങിയാലും വലിയ ആഴമൊന്നുമില്ല എങ്കിൽ പോലും നമ്മൾ അവർക്ക് എപ്പോഴും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ പിന്നെ ഇവിടെ വന്നപ്പോൾ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ മോഡലാണെങ്കിലും ആൾക്കാർ പിള്ളേർ ഡയപ്പറൊക്കെ യൂസ് ചെയ്ത് അവിടെയൊക്കെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നത് കണ്ടു, അവിടെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ മുകളിൽ ഓൾറെഡി ബിൻസൊക്കെ ഉണ്ട്, ഡസ്റ്റ് ബിൻസും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവരവിടെ ഡസ്റ്റ്ബിൻ ഇടാണ്ട് ഇങ്ങനെ അവിടെ ഈ വഴിവക്കിലൊക്കെ ഇടുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് പിള്ളേരെയും കൊണ്ട് വരുമ്പോഴത്തേട്ടും ഒരു കവറ് കയ്യിൽ കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയപ്പർ അല്ലെങ്കിൽ കവറിലിടുക. അതുപോലെ തന്നെ ഫുഡിൻ്റെയൊക്കെ എന്തെങ്കിലും ഫുഡ് വേസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കവറിലാക്കിയിട്ട് മുകളിൽ ചെന്ന് വേസ്റ്റ് ബിന്നിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, കാരണം ഇതുപോലത്തെ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് ആ ഒരു സ്ഥലം നല്ലപോലെ കീപ്പ് ചെയ്യുന്നത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. പിന്നെ നമ്മളിവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ സമയം പോകുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ 6:30 ആയപ്പോഴാണ് തിരിച്ച് കയറുന്നത്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു ലോങ് ഡ്രൈവ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തിരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്തതിന്. അപ്പോൾ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒത്തിരി ലേറ്റ് ആവും. അപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി പേര് ആ സമയത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ദൂരെ നിന്നൊക്കെയാണ് വരുന്നത്, നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോളിഡേ പാർക്കുകളും അതുപോലെ തന്നെ ട്രാവൽ ലോഡ്ജൊക്കെയാണ്. കാരണം നമ്മൾ ദൂരെ നിന്ന് വന്നിട്ട്
നമുക്ക് എങ്ങനെ പോലും നമ്മൾ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും, പിന്നെ നമ്മൾ നേരത്തെ പോകേണ്ട അവസ്ഥ വരും. അപ്പോൾ നമുക്കൊരു ദിവസം ഫുൾ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്റ്റേ ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം താമസിച്ച് പിന്നെ ഒരു ദിവസം ഫുള്ള് നിങ്ങൾക്ക് ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിന്നെ പോയത് മാനോവാൾ ബീച്ചിലാണ്. അവിടെയും നല്ല അടിപൊളിയൊരു ബീച്ചാണ്. ഞങ്ങൾ മാനോവാൾ ബീച്ചിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആകെ മടുത്തിരിക്കുമായിരുന്നു, കാരണം ഡെഡ് ബീച്ചിൻ്റെ ആ സ്റ്റെപ്പെല്ലാം കയറി നമ്മൾ ആകെ ക്ഷീണിച്ചുകൊണ്ട് ഒത്തിരി സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ കുത്തനും ഇറങ്ങിയതെല്ലാം കൂടെ തിരിച്ച് കയറിയപ്പോൾ നമ്മൾ ആകെ ക്ഷീണിച്ചു പോയിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ റെസ്റ്റ് എടുക്കാനും സമയം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയമൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ച് ഇരുന്നിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വന്ന ഉടനെ തന്നെ വീണ്ടും ഈ സ്റ്റെപ്പ് ഇറങ്ങി. അപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല, നമ്മൾ ക്ഷീണമൊന്നും അറിയത്തില്ല. പക്ഷേ തിരിച്ച് കയറാൻ നേരത്തായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് അറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് കയറുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ പോകാൻ തോന്നത്തില്ല. പക്ഷേ ഇവിടം വരെ വന്നിട്ട് തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു ബീച്ച് ഉണ്ടായിട്ട് അത് എങ്ങനെയാണ് മിസ് ചെയ്യുക എന്ന് ഓർത്താണ് നമ്മളിവിടെ വരാൻ തീരുമാനിച്ചത്. എന്തായാലും വന്നത് വെറുതെ അല്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് തന്നെയാണ്. ഡാഡി ഡോർ പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ് ഇതും. അതുപോലെ തന്നെ ഡാഡി ഡോറിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇച്ചിരിയും കൂടെ ഒരു ആഴം കുറവാണ്. ഡാഡി ഡോർ പിന്നെ നല്ല വേവ്സ് അടിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ അത്രയും വേവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെയും ലൈഫ് ഗാർഡ്സൊന്നുമില്ല. അതുപോലെ തന്നെ സ്വിമ്മിങ്ങും ഫിഷിങ്ങും എല്ലാം ഇവിടെ അലൗഡാണ്. ഇവിടെ ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കാണ്ട് സ്വിമ്മ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. അതുപോലെ ഫാമിലി ആയിട്ട് നമുക്ക് വർത്തമാനം പറഞ്ഞ് കുറേ നേരം ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമുണ്ട്, കാരണം ഡബിൾ ഡോർ ബീച്ചിൻ്റെ അത്രയും തിരക്ക് ഇവിടെ ഇല്ല. നിങ്ങളപ്പോൾ ബീച്ചിലിറങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സൊക്കെ ഇട്ട് വരിക. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഡ്രസ്സ് കരുതിയില്ലെങ്കിൽ നമുക്ക് ബീച്ചിലിറങ്ങാനൊക്കെ ഒരു മടിയായിരിക്കും, കാരണം നമ്മൾ പ്രത്യേകിച്ച് ദൂരെ നിന്നൊക്കെ വരണമെങ്കിൽ നനഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വീണ്ടും പോകുന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബീച്ചിലിറങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഷൂസും അതുപോലെ എക്സ്ട്രാ ഡ്രസ്സൊക്കെ കൊണ്ടുവരിക. അതുപോലെ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പ്രത്യേക ഡ്രസ്സ് റൂമുകളൊന്നുമില്ല, ടോയ്ലറ്റ് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ബീച്ചിലിറങ്ങുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തും നേരത്തെ താമസിച്ച വീടിൻ്റെ അടുത്തും എല്ലാം ബീച്ചുണ്ട്. അന്നേരം ഒന്നും ഞാൻ ബീച്ചിൽ ഇറങ്ങാറുമില്ലായിരുന്നു, എനിക്ക് ബീച്ചിലിറങ്ങുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്താണെന്നാലും ഇവിടെ വന്നപ്പോൾ എനിക്ക് ബീച്ചിലിറങ്ങുന്നത് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് ഡെഡ് ഡോർ ബീച്ചിൽ ഇറങ്ങണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ വിചാരിച്ചു ഈ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നനഞ്ഞ ഡ്രസ്സും ഇട്ടുകൊണ്ട് നമ്മൾ വീണ്ടും ഈ ബീച്ചിലോട്ട് വരണം, കാരണം ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒന്നും താഴെയില്ല. ടോയ്ലറ്റ് ആണെങ്കിലും എല്ലാം മുകളിലാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ നനഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വീണ്ടും വരണം എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ പിന്നെ ബീച്ചിൽ ഇറങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് സ്റ്റീവ് ഊട്ടിനെയും ബീച്ചിൽ ഇറക്കി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ നിന്നിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം നേരം ഇരുന്നില്ല, കാരണം നമ്മൾ വൈകുന്നുള്ളതുകൊണ്ട് തന്നെ അധികം നേരം ഇരുന്നില്ല, കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്. ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് ലുൽവർത്ത് കോവും കൂടെ ഒന്ന് സന്ദർശിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും ഇവിടെ വരെ വന്നതാണ്, പിന്നെ ഡഡി ഡോറിൽ നിന്ന് ആകെ ഒരു 8 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. എന്നാൽ പിന്നെ എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോപ്സൊക്കെ ഓൾറെഡി ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും ഇവിടെ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബോട്ടിങ്ങിനായിട്ടാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് പറഞ്ഞാൽ തന്നെ ബോട്ടിങ്ങാണ്. നിങ്ങൾ ബോട്ടിങ് ചെയ്യാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ ഇവിടെ വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ബീച്ച് വളരെ അട്രാക്റ്റീവ് ബീച്ചൊക്കെയാണ്. പക്ഷേ ഓൾറെഡി നമ്മൾ 2 ബീച്ച് കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ബീച്ച് കണ്ടിട്ട് വീണ്ടും ഇവിടെ ഒരു ബീച്ച് കാണുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. അത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ ഇവിടെ ആകെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 10 പൗണ്ട് പേ ചെയ്യേണ്ടി വന്നു, കാരണം 4 അവർ വരെ 10 പൗണ്ടാണ്. നമ്മൾ കുറച്ച് മുന്നിട്ട് നിന്നാൽ പോലും ഈ 10 പൗണ്ട് പേ ചെയ്യണം. അപ്പോൾ നല്ല ബീച്ചൊക്കെ തന്നെയാണ്, പക്ഷെ ഓൾറെഡി ബീച്ച് കണ്ടിട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. അപ്പോൾ ബോട്ടിങ് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ വരിക. ബോട്ടിങ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, വരുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വന്നാലും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് കാര്യം. ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ UK-യിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക, അത്രയും വർത്തായിട്ടുള്ളൊരു പ്ലേസാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.